കാരണം ഞാൻ പഠിച്ച ബൈബിൾ കോളേജിൽ എന്നെ സാറുമാർ അങ്ങനാണ് പഠിപ്പിച്ച് അവര് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രാർത്ഥനയോടെ ലഭിക്കപ്പെടുന്ന സമയം നമുക്ക് കർത്താവിന്റെ വചനത്തിൽ നിന്ന് പ്രാപിക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരുപാടൊന്നും കേട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. സ്തോത്രം. ഒരു നീണ്ട എസ്സേ ഒന്നും കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ കേട്ടത് നഷ്ടപ്പെടുത്തരുത്. അത്രേ ഉള്ളൂ. കുറച്ചേ കേട്ടുള്ളെങ്കിലും ആ കേട്ടത് ജീവിതത്തിൽ സൂക്ഷിച്ചോണം. അതിനാണ് പ്രാധാന്യം. ഓക്കെ, വചനത്തിലേക്ക് വരാം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ് ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 22-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ മനുഷ്യപുത്രന്റെ ഒരു ദിവസം കാണുവാൻ ആഗ്രഹിക്കുന്ന കാലം വരും. ഇതോടെ വായിച്ചേ. പിന്നെ അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ മനുഷ്യപുത്രന്റെ ഒരു ദിവസം കാണുവാൻ ആഗ്രഹിക്കുന്ന കാലം വരും, കാണുകയില്ല. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് ഇന്നിവിടെ വായിച്ചു കേട്ടത്. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷകനാണ് ലൂക്കോസ്. തർക്കമില്ലാത്ത ഒരു രാമനാണ്. എനിക്ക് ഈ സുവിശേഷകന്മാരിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുവിശേഷകനാണ് ലൂക്കോസ്. നമുക്ക് അല്പനേരം വളരെ ശാന്തമായി ലളിതമായി വചനത്തിൽ ധ്യാനിക്കാം. കാരണം ലൂക്കോസിന് ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഇവിടെ കയറി പറഞ്ഞ അദ്ദേഹത്തിന് നല്ലൊരു എഡ്യൂക്കേഷനുണ്ട്, നല്ലൊരു വിദ്യാഭ്യാസമുള്ള ആളാണ് ലൂക്കോസ്. കാരണം ചരിത്രം പഠിപ്പിക്കുന്നത് അദ്ദേഹം ഒരു ഡോക്ടറാണ്. ആരാ? അദ്ദേഹം നല്ല ഒരു ചിത്രകാരനാണ്. സ്തോത്രം. എന്നാൽ അതിലെല്ലാം ഉപരി എന്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു സ്വഭാവം, അദ്ദേഹം നല്ലൊരു നിരീക്ഷകനാണ്. ആരാ? എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കേട്ടിട്ട് അതിന്റെ പുറകെ ചാടി പുറപ്പെടുന്നവനല്ല ലൂക്കോസ്. എന്തെങ്കിലും കണ്ടിട്ട് അത് വിശ്വസിക്കുന്നവനല്ല ലൂക്കോസ്. ലൂക്കോസ് അതിനെ കുറിച്ചൊന്ന് വിലയിരുത്തും. ലൂക്കോസ് അതിനെ ഒന്ന് നിരീക്ഷിക്കും. ലൂക്കോസ് അതിനെ കുറിച്ചൊന്ന് പഠിക്കും. ഞാൻ ലൂക്കോസിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് ലൂക്കോസിൽ ഇങ്ങനൊരു ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് മുതൽ ഞാൻ എൻ്റെ സ്വഭാവത്തിൽ അത് ആഡ് ചെയ്തു. നല്ല സ്വഭാവം. എല്ലാ കാര്യങ്ങളിലും ഒരു നിരീക്ഷിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ പല പരാജയങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. പല തീരുമാനങ്ങളും സക്സസ് ആക്കി നമുക്ക് എടുക്കാൻ പറ്റും. ഹല്ലേലൂയ. നിങ്ങൾ ആരും വേണ്ടുന്നില്ല, സാരമില്ല, ശാന്തമായിട്ട് കേട്ടാ. സ്തോത്രം. എന്റെ അഭ്യർത്ഥന ബഹളം ഉണ്ടാക്കരുത്. എന്റെ അഭ്യർത്ഥന ബഹളം ഉണ്ടാക്കരുതെന്ന്. കാരണം ബഹളം ഉണ്ടാക്കാൻ ഞാൻ അവസാനം ശ്രമിക്കുന്നില്ല. ഇപ്പൊ ശാന്തമായിട്ട് വചനമില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ബൈബിൾ വായിക്കുന്നത് പോലെ ധ്യാനത്തിങ്കൽ അപ്പോൾ ഞാൻ നാവെടുത്ത്, ശരിയല്ലേ? അപ്പം തീ എപ്പോഴാ കത്തുന്നത്? വചനം ധ്യാനിക്കണം.
ഇന്ന് അതിന് നേരെയില്ല. വചനം പറയുമ്പോ തന്നെ അങ്ങ് കത്തുക. സ്വോത്രം. വചനം പറയുമ്പോ തന്നെ സ്വോത്രം. പായ്ക്ക് വരെയാ ചൂട് പിടിക്കും. പാ വരെയാ ചൂടാകാം. ഇരിക്കുന്ന കസാര വരെയാ. വചനം എന്താ പറയുന്നത്? ആദ്യം വചനം ധ്യാനിക്കണം. വചനം നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ അകം കത്തും. അകം കത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ നാവെടുത്ത് സംസാരിക്കുന്നത്. ഇനി ഞാൻ തെളിയിക്കാൻ ഒരു കാര്യം പറയാം. നമ്മൾ പറയാറില്ലേ, എനിക്ക് കത്തി കേറുന്നുണ്ട്, ഞാൻ വല്ലതും വിളിച്ച്. നിങ്ങളാരും പിന്നെ പറയാത്തവരായതുകൊണ്ട് അതിനെക്കുറിച്ചൊരു അറിവില്ലാത്തതുകൊണ്ട് പ്രശ്നം. എനിക്കിതെല്ലാം കൂടെ കേട്ടിട്ട്, ഞാൻ കേട്ടിട്ടുള്ള കേട്ടോ, എനിക്കിതെല്ലാം കൂടെ കേട്ടിട്ട് ചിലര് പറയും, അത് ഞാൻ പറയുന്നില്ല, അത് വിട്, സ്വോത്രം. എനിക്ക് കത്തി കേറുന്നുണ്ട്, ഞാൻ വല്ലോ. ബൈബിളിൽ പറയുന്നത് ധ്യാനത്തിങ്കൽ എന്തായി? തീ കത്തി. നാവെടുത്ത്. അപ്പൊ ആദ്യം നമുക്കൊന്ന് ധ്യാനിക്കാൻ വചനം, എന്നിട്ട് ആരാധിക്കും. കാരണം വചനം അകത്ത് കയറാതെ ആരാധിച്ചിട്ട് കാര്യമില്ല. വചനം അകത്ത് സ്വീകരിക്കാതെ ആരാധിച്ചിട്ട് കാര്യമില്ല. വിടുതലാവത്തില്ല. ശ്രദ്ധിച്ചു കേട്ടെ. ഈ കാലഘട്ടത്തിൽ അറിയേണ്ടതും പഠിക്കേണ്ടതുമാകുന്ന ഒരു കാര്യമാണ് കർത്താവിന്റെ വരം. ചേർന്നൊരാമേൻ പറഞ്ഞു. ഇന്നത്തെ കാലത്ത് എടുത്തു പ്രസംഗിക്കാൻ എല്ലാവർക്കും മടിയുള്ള ഒരു വിഷയമാണ് കർത്താവിന്റെ വരവും അനന്തര സംഭവങ്ങളും. പലർക്കും മടിയ. എന്തിന്റെ സുവിശേഷം പറയാൻ പോലും പലർക്കും മടിയ. ജനങ്ങളെ ഒന്ന് ഇളക്കി മറിച്ച് അവരുടെ ഹൃദയത്തിൽ വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നവരുണ്ടെന്ന് എനിക്ക് അറിയാം. പരിശുദ്ധാത്മാവിൽ ദൈവം അറിയിക്കുന്ന വാഗ്ദത്തങ്ങളെ പറയുന്നവരുണ്ട്. പക്ഷെ അതിലും വലുതായിട്ട് വാഗ്ദാനങ്ങളെ കൊടുക്കുന്നവരെ ഇപ്പം കൂടുതൽ. വാഗ്ദത്തങ്ങളെക്കാൾ ഉപരി വാഗ്ദാനങ്ങളെ കൊടുക്കുന്ന ദൈവാലോചനകളാണ് നമ്മൾ കൂടുതലും കേൾക്കുന്നത്. ഞാൻ ഇന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, വാഗ്ദത്തം നടക്കും, വാഗ്ദാനങ്ങൾ നടക്കത്തില്ല. വാഗ്ദത്തം എന്ത് ചെയ്യും? നടക്കും. വാഗ്ദാനം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ പറയാം. ഇപ്പൊ ഇലക്ഷനാണ് അല്ലേ? ഇപ്പം ഞങ്ങള് ഒരു മാസയോഗത്തിന്, അന്ന് ഈ പഞ്ചായത്തിന്റെ ഒക്കെ ഇലക്ഷൻ ആയിരുന്നു തോന്നുന്നു എനിക്ക് ആ സമയത്ത്, ഈ കഴിഞ്ഞ നടന്ന ഒരു മാസയോഗത്തിന് ഞാൻ പോയപ്പോ സ്റ്റേജിൽ നിന്ന് പാസ്റ്റർ ഇടിവെട്ട് പ്രസംഗിക്കുമ്പോ ഇവൻ യൂട്യൂബിൽ ഇലക്ഷന്റെ ഇതും കണ്ടുകൊണ്ടിരിക്കുന്നു. ബൈബിള് തുറന്നു വെച്ചിട്ട് ബൈബിളിന്റെ അകത്ത് ഫോൺ വെച്ചിട്ട് എന്താ കാണുന്നത്? അത്രമാത്രം ഹരമുള്ളവര് ഇതിനകത്തുണ്ട്. പോട്ടെ. അപ്പൊ ഈ ഇലക്ഷന്റെ സമയത്ത് നമുക്കറിയാം ഇപ്പൊ ഒത്തിരി വാഗ്ദാനങ്ങൾ ഇല്ലേ? പറഞ്ഞിട്ടില്ലേ? ഉണ്ട്, ഇഷ്ടം പോലെ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഇത് കുത്തുന്നത് വരെ നമ്മളാള്. നമ്മൾ എന്ത് പറഞ്ഞാലും അവര് എന്ത് ചെയ്യും? കേൾക്കും. നമ്മളെ വേണം, അവർക്ക് ആവശ്യമാണ്. പക്ഷെ കുത്തിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ അവരുടെ പുറകെ നടക്കുന്ന ഗതികേടാണ്. അപ്പൊ പലരും പല വാഗ്ദാനങ്ങളും പറയാറുണ്ട് ഇല്ലേ? എന്നാൽ പറയുന്നതെല്ലാം പൂർത്തീകരിക്കാറില്ല, ചെയ്യാറില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? വാഗ്ദാനങ്ങൾ നടക്കാതിരിക്കും, പക്ഷെ വാഗ്ദത്തം നടക്കും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഉറപ്പുള്ളവരൊരു ചേർന്ന് ആമേൻ പറഞ്ഞ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഞാൻ ആത്മനിയോഗത്തോടെ നിങ്ങളോട് പറയാം, നിങ്ങളോട് ദൈവം ആരിലൂടെ ഇടപെട്ടു എന്നുള്ളതല്ല വിഷയം.
ആരിലൂടെയാണെങ്കിലും ഇടപെട്ടത് ദൈവത്തിന്റെ വാഗ്ദത്തമാണെങ്കിൽ അത് നടന്നിരിക്കും, അത് സംഭവിച്ചിരിക്കും. 17-ാം അധ്യായത്തിലേക്ക് വരാം. 17-ാം അധ്യായത്തിൽ യേശു കർത്താവ് പഠിപ്പിക്കുന്ന ഒന്നിലധികം കാര്യങ്ങളുണ്ട്. വിശ്വാസത്തെ കുറിച്ച് പറയുന്നുണ്ട്, ക്ഷമയെ കുറിച്ച് പറയുന്നുണ്ട്, നന്ദിയെ കുറിച്ച് പറയുന്നുണ്ട്, കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുന്നുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണേ. വിശ്വാസം, ക്ഷമ, നന്ദി, കർത്താവിന്റെ വരവ്. സ്തോത്രം. അതുകൂടാതെ ഇടർച്ചയെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പ്രാരംഭത്തിൽ തന്നെ പറയുന്നത്, കർത്താവ് പറയുന്നത്, മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കുന്നവരെ കർശനമായിട്ട് കർത്താവ് ശാസിക്കണമെന്നുള്ളതാണ് പറയുന്നത്. എന്താ? മറ്റുള്ളവരെ പാപത്തിലേക്കും തെറ്റിലേക്കും നയിക്കുന്നവരെ കർശനമായിട്ട് ശാസിക്കണം. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെ, ഇടർച്ച വരുത്തുന്നവരെ, അല്ലെ? ഇടർച്ച വരുത്തുന്നവരെ. അപ്പം ആ 17-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇടർച്ച വരുത്തുന്നവരെ, പാപത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്നവരെ ശക്തമായിട്ട് എതിർക്കണം. സ്തോത്രം, സ്തോത്രം. മറ്റൊരാളെ പാപത്തിലേക്ക് കൊണ്ടുപോകാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടില്ല. ഒരാളെ തെറ്റിലേക്ക് നയിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല, ദൈവം ആഗ്രഹിക്കുന്നില്ല. പാപത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. രണ്ടാമത് ക്ഷമയെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട് കർത്താവ്. സ്തോത്രം. ക്ഷമയെ കുറിച്ച് കർത്താവിന്റെ വചനം വ്യക്തമായി അവിടെ പറയുന്നു. സഹോദരൻ തെറ്റ് ചെയ്താൽ നിങ്ങൾ അവനെ ശകാരിക്കണം. സ്തോത്രം. എന്താ? സഹോദരൻ തെറ്റ് ചെയ്താൽ നിങ്ങൾ അവനെ ശകാരിക്കണം. സ്തോത്രം, സ്തോത്രം. ഇവർക്കെല്ലാം അറിയാം, എന്നെ നന്നായിട്ട് ഇവർക്കെല്ലാം അറിയാം. ദീർഘ വർഷങ്ങളുടെ ബന്ധമാണ് ഞാൻ പ്രിയ സഹോദരൻ ജോജി. ഈ പിള്ളേർക്കെല്ലാം അറിയാം. സുബിൻ ബ്രദർ, അദ്ദേഹം മർത്തോമക്കാരനായിരുന്നു. ഒരു പ്രാർത്ഥനയ്ക്ക് ഇവിടെ വന്ന് അന്ന് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അതിനുശേഷം ഇപ്പൊ കർത്താവിനെ ആരാധിക്കുക. ഇവർക്കെല്ലാം എന്നെ അറിയാം, കൂടുതൽ എന്നെ അറിയുന്നവരാണ്. ഞാൻ തെറ്റ് കണ്ടാൽ ചെയ്തോ എന്ന് പറയുന്ന ആളല്ല. തെറ്റ് കണ്ടാൽ പ്രായ വ്യത്യാസമില്ലാതെ ഞാൻ ശകാരിക്കും. ഇവർക്കറിയാം. തെറ്റ് കണ്ടാൽ ഞാൻ വഴക്ക് പറയും. അതെന്നെ ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൊള്ളാം. ഇഷ്ടമാണ് എന്റെ വിശ്വാസം. അല്ല ഇവന്മാരൊക്കെ എന്നേ ഇവിടുന്ന് പോയത്. കാരണം അത്ര ആ രീതി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പോകാതെ നിൽക്കുന്നത് ഇഷ്ടമുള്ളതുകൊണ്ടല്ലോ. നാളെ ഇവന്റെ ചേട്ടൻ സനൂപ്, ഞങ്ങള് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വാഹനത്തിൽ വരുമ്പം ഞാൻ അവനോട് പറഞ്ഞു, എന്തോ കാര്യങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു, നിന്നെ ഞാൻ വണ്ടിയെന്ന് ഇറക്കി വിടും. ഇറക്കി വിട്ടാലും ഞാൻ പോത്തില്ല. തപ്പി പിടിച്ച് പാസ്റ്റർ എവിടെ ഉണ്ടെങ്കിലും ഞാൻ വരുമെന്ന്. സ്നേഹം കൊണ്ടാ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം. തെറ്റ് കണ്ടാ ശകാരിക്കണം. അപ്പനാണേലും അമ്മയാണെങ്കിലും, ഹല്ലേലൂയ സ്തോത്രം, ഭാര്യയായാലും ഭർത്താവായാലും ചേട്ടനായാലും അനിയനായാലും ചേച്ചിയായാലും അനിയത്തിയായാലും തെറ്റ് ചെയ്താൽ ശകാരിക്കണം. സ്തോത്രം.
അത് വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനമാണ്. കർത്താവായ യേശു ക്രിസ്തു പറയുക, നിങ്ങളുടെ സഹോദരൻ ഒരു തെറ്റ് ചെയ്താൽ അവനെ സഹായിക്കണം. പിണങ്ങിയിട്ട് കാര്യമില്ല. വഴക്ക് പറയുമ്പോ പിണങ്ങിയിട്ട് കാര്യമില്ല. പ്രതികരിക്കുമ്പോ പിണങ്ങിയിട്ട് കാര്യമില്ല. എന്താ കാര്യം? എന്താ കാര്യം? തെറ്റുണ്ടെങ്കിൽ സഹായിക്കണം. എന്തിനാ സഹായിക്കുന്നതെന്ന് അറിയാമോ? തിരുത്തപ്പെടാണ്. അത് ചെയ്യാതിരിക്കാൻ, അത് ആവർത്തിക്കാതിരിക്കാനാണ് എന്ത് ചെയ്യുന്നത്? സഹായിക്കുന്നത്. പക്ഷെ കർത്താവ് അതിന്റെ കൂടെ പറയുന്നു, അനുദപിച്ചു വന്നാൽ. ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങള്? അനുദപിച്ച് ആ വ്യക്തി വന്നാൽ കർത്താവ് പറയുന്നു, നിങ്ങൾ ക്ഷമിക്കണം. ഹലോ, തെറ്റിനെ ചൂട്ടിവെക്കരുത്, അല്ലെങ്കിൽ തെറ്റിനെ മറച്ചു വെക്കരുത്. തെറ്റിനെ നിങ്ങൾ സഹായിക്കണം. സഹായിക്കുമ്പോൾ, നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ അവരനുഭവിച്ച് മടങ്ങി വന്നാൽ നിങ്ങൾ അവരെ തള്ളിക്കളയരുത്. നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കണം. നിങ്ങൾ അവരെ സ്നേഹിക്കണം. നിങ്ങൾ അവരോട് ക്ഷമിക്കണം. യേശുവിന്റെ നാമത്തിൽ യഥാർത്ഥമായി അനുഭവിച്ചു വന്നാൽ നിങ്ങൾ അവരെ ക്ഷമിക്കണം. കർത്താവ് അതിന് പറയുന്നൊരു വാക്കുണ്ട്, ഒരു ദിവസം നിങ്ങളുടെ സഹോദരൻ 7 പ്രാവശ്യം തെറ്റ് ചെയ്താലും അവൻ നിങ്ങളോട് അനുദപിച്ചു വന്നാൽ നിങ്ങൾ അവനോട് ക്ഷമിക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രസംഗിക്കുന്ന ഞാനടക്കം, കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളടക്കം, നമുക്കെല്ലാവർക്കും കുറവുള്ള ഒരു സംഗതിയാ ക്ഷമയെന്ന് പറയുന്നത്. എന്നാൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ പകലിൽ ആത്മാവ് എന്നെ നിയോഗിക്കുന്നത് കൊണ്ട് ഞാൻ പറയാം, ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ടേ പോകാവുള്ളൂ. കർത്താവേ, ക്ഷമയുടെ ആത്മാവിനെ എന്റെ മേലൊന്ന് പകരണമേ. എന്റെ കുടുംബത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി, എന്റെ സ്നേഹബന്ധങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടി, എന്റെ ആത്മീയ ജീവിതത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി എന്റെ മേൽ അവിടുത്തെ ക്ഷമയുടെ സ്വഭാവം ഒന്ന് പകരണമേ. എത്ര പേര് പ്രാർത്ഥിക്കും? അതാണ് കർത്താവ് പറയുന്ന രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം കർത്താവ് പറയുന്നത് വിശ്വാസവും കടമയെ കുറിച്ച്. വിശ്വാസവും കടമ. സ്തോത്രം. കർത്താവ് പറയുന്നു, ശിഷ്യന്മാര് യേശു കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ ഒരു ക്വസ്റ്റ്യൻ. സ്തോത്രം. നമ്മൾ പലപ്പോഴും ചോദിക്കാറില്ലേ, പ്രാർത്ഥിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? എന്റെ വിശ്വാസം വർദ്ധിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇവർ യേശുവിനോട് ചോദിക്കുക, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? കർത്താവ് പറയാ, നിങ്ങളൊന്നും ചെയ്യണ്ട, കടുകുമണിയോളം വിശ്വസിച്ചാൽ മതി. ഹലോ, എങ്ങനെ വിശ്വസിച്ചാൽ മതി? കടുക് ഇതൂടെ കടുകുമണി, കടുകുമണിയോളം നിങ്ങള്. ചിലരുടെ വിചാരം തണ്ണിമത്തം പോലെ, വേണ്ട, അതിന്റെ ആവശ്യം അത്രയൊന്നും വേണ്ട. കൂടിയാലും പ്രശ്നമാണ്. കൂടിയാൽ പിന്നെ ചിലപ്പോ പിടിച്ചാൽ കിട്ടും. കടുകുമണിയോളം വിശ്വാസം. എന്താ അതിന്റെ ആത്മീയ അർത്ഥം? കർത്താവ് പറഞ്ഞത്, കടുകുമണി എന്ന് പറയുന്നത് ഫുൾഫില്ലാണ്, തിങ്ങി നിൽക്കുന്ന ആണ് കടുകുമണി. തിങ്ങി നിൽക്കുന്ന ഒരു ചെറിയ ഗ്യാപ്പ് പോലും അതിന്, മനസ്സിലാവുന്നുണ്ടോ? ചെറിയ ഒരു ഗ്യാപ്പ് പോലും ഇല്ല. അതുകൊണ്ടാണ് തിളച്ച എണ്ണയ്ക്കകത്തോട്ട് ഇടുമ്പോൾ എന്ന് പറഞ്ഞ സൗണ്ട് എന്നാ, തിങ്ങി ഒരു ചെറിയ ഗ്യാപ്പ് പോലും അതിന് ഇല്ല. എണ്ണയിലോട്ട് ഇടുന്ന ചില നമ്മൾ കാണാത്തില്ലേ കിച്ചണിൽ, കടുകുമണി ഇടുമ്പോൾ ഇട്ടിട്ട് ഇച്ചിരി ഒന്ന് അകന്ന് ഇച്ചിരി ഒന്ന് മാറിയാ നിൽക്കുന്നത്.
കാരണം നമുക്കറിയാം ഇത് പൊട്ടി തെറിക്കും. യേശു പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒരുപാട് വിശ്വാസമൊന്നും വേണ്ട, പക്ഷെങ്കിൽ കടുകുമണിയുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഉള്ള വിശ്വാസം തികവുള്ളതായിരിക്കണം. പറഞ്ഞ മനസ്സിലായോ? ഉള്ള വിശ്വാസം തികവുള്ളതായിരിക്കണം. അതിൻ്റെ അകത്തൊരു വിടവ് വരരുത്, അതിൻ്റെ അകത്തൊരു കുറവ് വരരുത്, അതിൻ്റെ അകത്തൊരു പോരായ്മ വരരുത്. നീ വിശ്വസിച്ചിരിക്കുന്ന നിന്റെ വിശ്വാസം തികവുള്ളതായിരിക്കണമെന്ന്, കടുകുമണിയോളം വിശ്വസിക്കണം എന്ന് കർത്താവ് പറഞ്ഞത്. അതിന്റെ പരിണിത ഫലം ഞാൻ പറയാം. കടുകുമണിയോളം വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കാട്ടത്തി മരത്തെ കട പുഴക്കി കടലിൽ നടുവാനിടയായി തീരും. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? എത്ര പേർക്ക് പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? കാട്ടത്തി മരത്തെ പോലും കടപുഴക്കി കടലിന്റെ നടുവിൽ നടുവാനിടയായി തീരും. എന്താ അതിന്റെ കാര്യം? നിന്റെ വിശ്വാസം തികവുള്ളതാണെങ്കിൽ, നിന്റെ വിശ്വാസം തികവുള്ളതാണെങ്കിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ വിശ്വാസത്തോടെ പറയുമ്പോൾ അതങ്ങനെ തന്നെ സംഭവിക്കും. എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ട്? ഞാനൊരു ദൂത് ഇന്ന് പകൽ അതിനോട് ചേർത്ത് ഇടപെടുക. ദൈവാത്മാവിനോട് നിന്റെ വിശ്വാസത്തിന്റെ തികവിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ചില വിഷയത്തോട് നീ കൽപ്പിക്കാൻ തയ്യാറാണെങ്കിൽ, നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ നീ പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ, എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? നിന്റെ വിശ്വാസത്തിന്റെ തികവിൽ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, നീ കൽപ്പിക്കാൻ തയ്യാറാണെങ്കിൽ, നീ പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് നിന്റെ മുമ്പിൽ നിന്ന് ചിലത് മാറിപ്പോകുമെന്ന് ഒരു ദൈവ ശബ്ദം ഇടപെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അത് ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഇന്ന് പകൽ അവിടെ നിന്ന് ദൂത് പറയാൻ ദൈവം എന്നോട് ഇടപെടുകയാണ്. കടകുമണി തികവുള്ള വിശ്വാസത്തോടെ, തികവുള്ള വിശ്വാസത്തോടെ ഇന്ന് നിനക്ക് മുമ്പിൽ നിൽക്കുന്ന വിഷയത്തോടെ നോക്കി പ്രതികരിക്കാനും പ്രാർത്ഥിക്കാനും കൽപ്പിക്കാനും നീ ധൈര്യത്തോടെ നീ മുൻപോട്ട് വരുന്നെങ്കിൽ, എന്നോട് ദൈവാത്മാവ് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഒരു ദൂത് കൈമാറാൻ പറയുന്നു. അല്ല, നിന്റെ മുമ്പിൽ നിന്ന് ചിലത് നീങ്ങിപ്പോകുന്നത്, നിന്റെ മുമ്പിൽ നിന്ന് ചിലത് മാറിപ്പോകുന്നത്, നിന്റെ മുമ്പിൽ നിന്ന് ചിലത് അപ്രതീക്ഷിതമാകുന്നത്, നിന്റെ മുമ്പിൽ നിന്ന് ചിലത് എവിടെ നിൽക്കണമെന്ന് നീ ആഗ്രഹിച്ചോ അവിടെ നിൽക്കുന്നതിൽ ദൈവം നിന്റെ വിശ്വാസത്തെ കൊണ്ട് ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ ദൂത് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി വെച്ചോളാം. നമുക്ക് അവസാനം ഒരുമിച്ച് പ്രാപിക്കാം. സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തു തന്നെ എത്രയോ പേരോട് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിച്ചു. നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അതെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഉടനെ അവരുടെ കണ്ണു തുറന്നു. വിശ്വാസത്തിന് വളരെ പ്രാധാന്യവും വിലയും കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ചേർന്നൊരാമൻ പറഞ്ഞു. രണ്ടാമതൊരു ദാസന്റെ കടമയെ കുറിച്ചാണ് യേശു കർത്താവ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ, ദൈവത്തിനായിട്ട് നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ ആരും ഒന്നും സ്വരൂപരാമൻ ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ദൈവത്തോടുള്ള നമ്മുടെ കടമയാണ്.
ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ ദൈവത്തോടുള്ള എന്റെ കടമയാണ്, എന്റെ ഉത്തരവാദിത്വമാണ്. ജോജി സഹോദരൻ ചെയ്യുന്ന ശുശ്രൂഷ അല്ലെങ്കിൽ ദൈവ വേലയ്ക്ക് വേണ്ടി ചെയ്യുന്നത് എന്തുവായിക്കൊള്ളട്ടെ, അത് ദൈവത്തോടുള്ള കടമയാണ്, ദൈവത്തോടുള്ള ഉത്തരവാദിത്തമാണ്. യേശു പറയുന്നു, അതിനാരും അഹങ്കരിക്കരുത്. അതാ കർത്താവ് പഠിപ്പിക്കുന്ന അടുത്ത കാര്യം. നിങ്ങൾ ദൈവത്തിനു വേണ്ടിയും ദൈവാലയത്തിനു വേണ്ടിയും ദൈവനാമത്തിനു വേണ്ടിയും എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾ അഹങ്കരിക്കരുത്. അത് നിങ്ങൾക്ക് ദൈവത്തോടുള്ള കടമയാണ്. ചിലര് പറയാറുണ്ട്, ഞങ്ങൾ വണ്ടിക്കൂലി മുടക്കി കഷ്ടപ്പെട്ടാണ് പെട്രോൾ അടിച്ച് ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത്. പെട്രോൾ അടിച്ചതും വണ്ടിക്കൂലി മുടക്കിയതൊന്നും ഇവിടെ നീ പ്രസംഗിക്കുന്നു. കാര്യം എന്നാണെന്നറിയോ? അത് നമ്മുടെ കടമയാണ്. ദൈവത്തെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും പോകണം, ചെല്ലണമെന്നുള്ള നമ്മുടെ കടമയാണ്. സ്തോത്രം ചെയ്യുക, സ്തോത്രം. ചില ശുശ്രൂഷകൾ കഴിഞ്ഞ് ചില ദൈവദാസന്മാരെ മഷിയിട്ട് നോക്കിയ കാണാൻ പറ്റത്തില്ല. ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ഏതെങ്കിലും ദൈവമക്കൾ ആഗ്രഹിച്ച പ്രാർത്ഥിക്കാൻ പോലും പലരെ കിട്ടാറില്ല. കാരണം അവർ VIP-കളാണ്, ഒന്നുമില്ല. കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഏത് ശുശ്രൂഷയും അത് ദൈവത്തോടുള്ള കടമയാണ്. നമുക്കിവിടെ സ്തോത്ര കാഴ്ചയുണ്ട്. എല്ലാ മാസത്തിന്റെ അവസാനം സ്തോത്ര കാഴ്ചയുണ്ട്. ആ സ്തോത്ര കാഴ്ച നമ്മൾ ചെയ്യുന്നത് ഞാൻ ഇത്രയും ചെയ്തു എന്ന് അഹങ്കരിക്കാനല്ല, ഞാൻ ഇത്രയും ചെയ്തു എന്ന് നമ്മുടെ ഫോട്ടോ വരാനല്ല. ഹല്ലേലൂയ, അത് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. ദൈവവേലയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുകയോ പ്രവർത്തിക്കുകയോ സാമ്പത്തികമായി ശാരീരികമായി എന്തേലുമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അഹങ്കരിക്കാനോ പുകഴാനോ നിങ്ങൾക്ക് ഒന്നുമില്ല. അത് നിങ്ങളുടെ കടമയാണെന്ന് കർത്താവ് പഠിപ്പിക്കുക. അത് വിശ്വസിക്കുന്ന ഒരു രാമൻ പറഞ്ഞു. സ്തോത്രം ചെയ്യും. അടുത്തത് കർത്താവ് പറയുന്നത് 10 കുഷ്ഠരോഗികളെ കുറിച്ച്. ഞാൻ 17 അധ്യായത്തിലെ കാര്യങ്ങളാണ് പറയുന്നത്. 10 കുഷ്ഠരോഗികൾ യേശു കർത്താവിന്റെ അടുത്ത് വന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായി പുരോഹിതന്റെ അടുത്ത് പോയി. കാരണം പുരോഹിതന്റെ അടുത്ത് പോയി പുരോഹിതൻ കണ്ട് ഇവന്റെ കുഷ്ഠം മാറി എന്ന് ഉറപ്പ് വന്നെങ്കിൽ മാത്രമേ ഇവന് പഴയതുപോലെ ആ ദേശത്ത് ഇറങ്ങി നടക്കാൻ അനുവാദമുള്ളൂ. പുരോഹിതൻ അവനെ ശുദ്ധീകരിച്ച് അവൻ ശുദ്ധമായ മനുഷ്യനായി എന്ത് ചെയ്യണം? പ്രഖ്യാപിക്കണം. എങ്കിൽ മാത്രമേ ഹല്ലേലൂയ അവന് പഴയതുപോലെ സമ്പർക്കം ചെയ്യാൻ പറ്റത്തുള്ളൂ. പുരോഹിതന്റെ അടുക്കലേക്ക് കർത്താവ് പറഞ്ഞു വിട്ടു. പക്ഷെ പോകുന്ന വഴിക്ക് 10 പേര് സൗഖ്യം. 10 കുഷ്ഠരോഗികള് പോകുന്ന വഴിക്ക് സൗഖ്യമായി, പ്രിയപ്പെട്ടവരെ. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നു, ഒരുവൻ തിരിഞ്ഞ് വിടിവിച്ച ക്രിസ്തുവിലേക്ക് മടങ്ങി വന്നു. അവന് ലഭിച്ച വിടുതലിനെ കുറിച്ച് അവൻ യേശുവിനോട് സാക്ഷ്യം പറഞ്ഞു. അതാണ് നന്ദിയുള്ളവരായിരിക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ചത്. 17 അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ നന്ദിയുള്ളവരായിരിക്കും. ആരോട്? ദൈവത്തോട്. നിങ്ങൾക്ക് മനസ്സിലായോ? കർത്താവ് ജീവിതത്തിൽ ചെറുതും വലുതുമാകുന്ന ഉപകാരങ്ങൾ, വിടുതലുകൾ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തോടും നന്ദിയുള്ളവരായിരിക്കണം. ഒരിക്കലും ദൈവത്തെ മറക്കരുത്, ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകലരുത്, ഒരിക്കലും ദൈവത്തിൽ നിന്ന് മാറിപ്പോകരുത്. ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, എന്തെങ്കിലും പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ
പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തോട് പറയാറുണ്ട്, ദൈവം എന്നെ കാണുന്നില്ലേ, ദൈവം എന്നെ കൈവിട്ടോ, ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ, ദൈവം എന്നെ ഉപേക്ഷിച്ചോ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, അത് പറയുന്നതിന് ഒരു സെക്കൻഡ് മുമ്പ് ഇന്നലകളിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഒന്ന് ഓർത്താൽ മതി. ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി അതിനെ നിങ്ങൾ നിസ്സാരവൽക്കരിക്കാൻ ശ്രദ്ധിച്ചേ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ചില മറുപടികൾ വരാതിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നന്ദിയല്ലാത്ത നിലയിൽ സംസാരിക്കാറുണ്ട്. എന്റെ ചോദ്യം, ഒറ്റ ചോദ്യം. ഹലോ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ, ഒറ്റ ചോദ്യം. ഇന്ന് രാവിലെ ഇറങ്ങാൻ നേരത്ത്, അല്ലെ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ, കർത്താവേ, ഇന്ന് ഈ ബുധനാഴ്ച ദിവസം ശ്വസിക്കാനുള്ള ഓക്സിജൻ എനിക്ക് തരണോന്ന് പ്രാർത്ഥിച്ച എത്ര പേര്? ഞാൻ ആ ഗ്യാപ്പിൽ ഇച്ചിരി വെള്ളം. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ, കർത്താവേ, ഈ പരാതി പറയാൻ ഇഷ്ടംപോലെ സമയം നമ്മൾ എടുത്തല്ലേ. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ, കർത്താവേ, ഇന്ന് ശ്വസിക്കാനുള്ള ഓക്സിജൻ എനിക്ക് തരണേന്ന് എത്ര പേര് പ്രാർത്ഥിച്ചു? ആരെങ്കിലും പ്രാർത്ഥിച്ചു? സത്യം പറ, ആരെങ്കിലും പ്രാർത്ഥിച്ചു? പ്രാർത്ഥിച്ചു? അങ്ങനെ പ്രാർത്ഥിച്ചു? ഷിം പ്രാർത്ഥിച്ചോ? നീ രാവിലെ എഴുന്നേറ്റപ്പോ പ്രാർത്ഥിച്ചു? അതും അതിനുള്ള കാര്യം. അനുഗ്രഹം പ്രാർത്ഥിച്ചു? രാവിലെ എഴുന്നേറ്റപ്പോ ഓക്സിജൻ തരണേന്ന് നമ്മൾ ആരും, ഞാനും പ്രാർത്ഥിച്ചില്ല. പക്ഷേ ഇപ്പോഴും ശ്വസിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഹലോ, ഇവിടെ ഉണ്ടോ? ഇപ്പോഴും ജീവനോടെ ശ്വസിച്ചു. പ്രാർത്ഥിച്ചിട്ടാണോ? ഇത് ദൈവം ചെയ്യുന്ന ഉപകാരമാണ്. ഹലോ, ഇത് ദൈവം ചെയ്യുന്ന ഉപകാരമാണ്. എടുക്കുന്ന ശ്വാസം പുറത്തോട്ട് വിടാൻ, അകത്തോട്ടെടുക്കാൻ, പുറത്തോട്ട് വിടാൻ കൃത്യമാകുന്ന ടൈമിൽ, കൃത്യമാകുന്ന സെക്കൻഡ്സിൽ, കൃത്യമാകുന്ന ഹൃദയമിടിപ്പും, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഹല്ലേലൂയ ഓക്സിജൻസ് അല്ലെങ്കിൽ പുറത്തോട്ട് വിടാനും അകത്തോട്ട് എടുക്കാനും ഒക്കെ സഹായിക്കുന്നത് ദൈവം ചെയ്യുന്ന ഉപകാരമാണ്. നന്ദിയുള്ളവരായിരിക്കണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ദൈവത്തോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നന്ദികേട് പറയരുത്, നന്ദികേട് പ്രവർത്തിക്കരുത്, നന്ദിയില്ലാത്ത ജീവിതം ഉണ്ടാകരുത്. ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിക്കരുത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മുടെ ദൂതിലേക്ക് കർത്താവ് വന്നത്. ഏറ്റവും അവസാനത്തെ വിഷയം അവിടുത്തെ മടങ്ങി വരാം. പ്രത്യാശയുള്ളവരൊരു ഹല്ലേലൂയ. കർത്താവ് പറയുന്നു ദൈവരാജ്യത്തിനെ കുറിച്ച്. കർത്താവ് പറയുന്നു ദൈവരാജ്യത്തെ കുറിച്ച് പറയുമ്പോ തന്നെ അവിടുത്തെ മടങ്ങി വരവിനെ കുറിച്ചും കർത്താവ് പറയും. സ്തോത്രം. 22-ാമത്തെ വാക്യം മുതൽ അതിന്റെ അവസാനത്തെ വാക്യം വരെ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കും. അത് വായിക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. വീട്ടിൽ ചെന്ന് വായിച്ചാൽ അതിലൊന്നാമത്തെ കാര്യം കർത്താവ് പറയുന്നത്, ഇനി നമ്മുടെ പ്രധാനപ്പെട്ട സബ്ജക്റ്റിലേക്ക് ഞാൻ വരിക. ഒന്നാമത്തെ കാര്യം ദൈവരാജ്യത്തെ കുറിച്ച് കർത്താവ് പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവരാജ്യം എന്ന് പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് വായിക്കാമോ? ജസ്റ്റ് താഴോട്ട്. 23. അന്ന് നിങ്ങളോട് ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയും. നിങ്ങൾ പോകരുത്, പിൻചെല്ലുകയും വരുന്നു.
കീഴെ ദിക്കോട് മതി ദിക്കല്ല. മതി മതി. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവരാജ്യം എന്ന് പറയുന്നത് കാണുന്ന വിധത്തിലല്ല. അതാ കർത്താവ് ഒന്നാമത്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവരാജ്യത്തെ കുറിച്ച് പരീക്ഷന്മാര് ദൈവരാജ്യത്തെ കുറിച്ച് അവര് ചിന്തിച്ചത് ഒരു രാഷ്ട്രീയമാണ്. ചിന്തിച്ച് ഒരു രാഷ്ട്രീയ പദ്ധതിയാണ് ദൈവരാജ്യം എന്നാണ് അവര് ചിന്തിച്ചത്. അതല്ലെങ്കിൽ ഒരു ഭൗതികമായ അടയാളമാണ് ദൈവരാജ്യം എന്നവർ ചിന്തിച്ചത്. സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. ഒരു ഭൗതികമായ അടയാളം. എന്താ? ഒന്ന്, ഒരു രാഷ്ട്രീയമായ ചിത്രം. രണ്ട്, ഒരു ഭൗതികമായ അടയാളം. സ്തോത്രം. ഇങ്ങനെ ഒരു വിശദീകരണവും ഇങ്ങനെ ഒരു ചിത്രവുമാണ് അവര് പറഞ്ഞത്. അതാണ് അവര് മുമ്പോട്ട് വെച്ചത് ദൈവരാജ്യത്തെ കുറിച്ച്. സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ദൈവരാജ്യത്തെ കുറിച്ച് ലോകം അറിയപ്പെടുന്ന നിലയിൽ ഒരു രാഷ്ട്രീയ സംഭവമാക്കി, ഒരു ഭൗതിക സംഭവമാക്കി അവർ ചിത്രീകരിച്ചപ്പോൾ യേശു അതിനെ തിരുത്തി. അപ്പം നിങ്ങൾ ഒരു കാര്യം ഇന്ന് പകരം മനസ്സിലാക്കണം. ദൈവരാജ്യം പണം കൊണ്ട് നേടാൻ പറ്റത്തില്ല. ആമേൻ പറഞ്ഞേ. ആമേൻ. എന്നെ ശ്രദ്ധിച്ചിരുന്നേ. ദൈവരാജ്യം പണം കൊണ്ട്, ഇത് യൂട്യൂബിൽ വരുന്ന മെസ്സേജാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആർക്കെങ്കിലും പ്രകാശിക്കുവാണ്, പ്രകാശിച്ചോട്ടെ. ദൈവരാജ്യം പണം കൊടുത്ത്, അങ്ങനാണെങ്കിൽ അംബാനിക്കൊക്കെ ആദ്യമേ കിട്ടിയതിന്റെ സംഭവം. സ്തോത്രം. ദൈവരാജ്യം പണം കൊണ്ട് നേടാൻ കഴിയത്തില്ല. പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി, മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ നമ്മുടെ പോക്കറ്റിലുണ്ടെന്ന് പറഞ്ഞാലും ദൈവരാജ്യം കിട്ടത്തില്ല. അതാ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും, എത്ര പണമുണ്ടെങ്കിലും, എത്ര രാഷ്ട്രീയ അധികാര പദവികൾ ഉണ്ടെങ്കിലും, എത്രയൊക്കെ വലിയ മാനദണ്ഡങ്ങൾ നിരത്തി വെക്കാനുണ്ടെങ്കിലും ദൈവരാജ്യം നിനക്ക് കിട്ടത്തില്ല. പണത്തിന്റെ മുമ്പിൽ തല കുനിക്കുന്നതല്ല ദൈവത്തിന്റെ രാജ്യം. അധികാരത്തിന്റെ മുമ്പിൽ തല കുനിക്കുന്നതല്ല ദൈവത്തിന്റെ രാജ്യം. യേശുവിന്റെ നാമത്തിൽ രാഷ്ട്രീയത്തിന്റെ മുമ്പിൽ തല കുനിക്കുന്നതല്ല ദൈവത്തിന്റെ രാജ്യം. യേശു പറയുന്നു, രാഷ്ട്രീയ ചിത്രത്തിലോ ഭൗതിക അടയാളത്തിലോ അല്ല എന്റെ രാജ്യം. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്നവർ മാത്രം ചേർന്ന് ആമേൻ പറഞ്ഞേ. അത് കണ്ണുകൊണ്ട് കാണുന്ന ഒരു ഭൗമികമാകുന്ന ഭരണകൂടമല്ലയത്, അത് ആത്മീയ ദർശനമാണ്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്? കണ്ണുകൊണ്ട് കാണുന്ന ഒരു ഭൗമിക ഭരണകൂടമല്ല എന്റെ രാജ്യമെന്ന് പറയുന്നത്. അത് ആത്മീയ കണ്ണാലെ കാണാൻ കഴിയത്തുള്ളൂ. നന്ദി പറയണോന്ന് ഇവിടെ ഇരിക്കുന്നവരും നന്ദി പറയണം. സൂമിൽ ഇരിക്കുന്നവരും നന്ദി പറയണം. നിങ്ങൾ ഉറക്കം തൂങ്ങിയിരിക്കരുത്. നിങ്ങൾ നന്ദി പറയണം. പല വമ്പന്മാർക്കും കിട്ടാത്ത സൗഭാഗ്യമാണ് ഏഴയായ എനിക്കും നിനക്കും കിട്ടിയിരിക്കുന്നത്. പല ഉന്നതന്മാർക്കും ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ എനിക്കും നിനക്കും കിട്ടിയിരിക്കുന്നത് അധികാരികൾക്കും കിട്ടാത്ത സൗഭാഗ്യമാണ്
നമുക്ക് ദൈവം തന്നത്. ഓ കൃപ, കൃപ. യേശു പറഞ്ഞു, നിങ്ങളുടെ ചിന്താഗതികൾ തെറ്റാണ്, നിങ്ങളുടെ മനോഭാവങ്ങൾ തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. നിങ്ങൾ പറയുന്നത് പോലെ പുറമേ കാണുന്ന ഭൗമികമല്ല ദൈവരാജ്യം. എന്റെ രാജ്യം ആത്മീയമാണ്. എന്റെ രാജ്യം ആത്മീയ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തുള്ളൂ. എന്റെ രാജ്യത്തിന്റെ അകത്തു നിൽക്കുന്നത് ആത്മീയ സ്വാധീനമാണ്. ഓ, എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? എന്റെ രാജ്യത്ത് നിൽക്കുന്നത് ഭൗമിക സ്വാധീനമല്ല, എന്റെ രാജ്യത്ത് നിൽക്കുന്നത് ഭൗതിക സ്വാധീനമല്ല, എന്റെ രാജ്യത്ത് നിൽക്കുന്നത് രാഷ്ട്രീയ സ്വാധീനമല്ല, എന്റെ രാജ്യത്ത് നിൽക്കുന്നത് പദവികളുടെ സ്വാധീനമല്ല, എന്റെ രാജ്യത്ത് നിൽക്കുന്നത് ആത്മീയ സ്വാധീനമാണ്. എന്റെ രാജ്യം ആത്മീയതയ്ക്ക് അധീനപ്പെട്ട് നിൽക്കുന്നതാണ്. എന്റെ രാജ്യം ആത്മീയത കൊണ്ട് നിൽക്കുന്നതാണ്. എന്റെ രാജ്യത്തിന്റെ അകത്ത് പിശാചില്ല, എന്റെ രാജ്യത്തിന്റെ അകത്ത് രോഗമില്ല, എന്റെ ഇല്ല, എന്റെ രാജ്യത്തില്ല, എന്റെ രാജ്യത്തിന്റെ വേദനയില്ല, എന്റെ രാജ്യത്തിന്റെ അസുഖമില്ല, എന്റെ രാജ്യത്തിന്റെ കിഴക്കില്ല, എന്റെ രാജ്യത്തിന്റെ പോരാട്ടമില്ല, എന്റെ രാജ്യത്തിന്റെ മന്ത്രമില്ല, എന്റെ അസുഖമില്ല, എന്റെ രാജ്യത്തിന്റെ താല്പര്യമാണ്. എന്റെ രാജ്യത്തിന്റെ അകത്താത്മീയമാണ്. സ്തോത്രം. അതാ കർത്താവ് ഒന്നാമത് വെളിപ്പെടുത്തിയത്. കാണത്തക്ക വിധത്തിലല്ല എന്റെ രാജ്യം. യേശുവിന്റെ നാമത്തിൽ. യേശു, നിങ്ങൾക്ക് എന്റെ രാജ്യം കാണണോ? നിങ്ങളുടെ ആത്മീയ കണ്ണ് തുറക്കണം. യേശുവിന്റെ നാമത്തിൽ. എന്റെ രാജ്യം നിങ്ങൾക്ക് കാണണോ? നിങ്ങളുടെ ആത്മീയ കണ്ണ് തുറക്കണം. ഹലോ, നിങ്ങളുടെ ആത്മീയ കണ്ണ് തുറക്കണം. ആത്മീയ കണ്ണിൽ ഇരുട്ടാണെങ്കിൽ എന്റെ രാജ്യം നിങ്ങൾ കാണത്തില്ല, കാണാൻ കഴിയത്തില്ല. ഒന്നാമത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതാണ് ക്രിസ്തു വെളിപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഏഴയാകുന്ന നമുക്ക് ഈ ഭാഗ്യ പദവിയിലെത്താൻ കർത്താവ് കാണിച്ച കൃപയോർത്ത് എത്ര പേർക്ക് ഒരാമയം പറയാൻ പറ്റും? ഒരിക്കൽ യേശു കർത്താവ് പറയുന്നു, ഒരു ഉപമയായിട്ട് പറയുക, ഒരു രാജാവ് തന്റെ കുമാരന് വേണ്ടി, മകന് വേണ്ടി ഒരു കല്യാണം ഒരുക്കി, കല്യാണ സദ്യ. ആ കല്യാണ സദ്യ ഒരുക്കി ക്ഷണിച്ചു അനേകരെ. എന്നാൽ ക്ഷണിച്ചവരാരും വരാതിരുന്നു. വഴിത്തലക്കലിരുന്നവർ, ദാരിദ്ര്യമുള്ളവർ, ആർക്കും വേണ്ടാത്തവരെ എല്ലാം വിളിച്ച് കല്യാണ വസ്ത്രം കൊടുത്ത് അവരെ അകത്തു കയറ്റി. അവരെ വിളിച്ചതല്ല, അവരർഹതയുള്ളവരല്ല. പക്ഷെങ്കിൽ ക്ഷണിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരും അതിനെ തിരസ്കരിച്ചപ്പോൾ ആ സ്ഥാനത്ത് ദൈവം നമുക്കൊരവസരം തന്നു. എത്ര പേര് ആമേൻ പറയും? ഈ രാജ്യത്തിന്റെ അകത്ത് കയറാൻ, ഈ രാജ്യത്തിന്റെ അകത്ത് പ്രവേശിക്കാൻ കൃപയാൽ കിട്ടിയ അവസരമാണ് നമുക്കിത്. തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കണം, തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കണം. എന്റെ വൈഫിന്റെ ഫാമിലി ഇവിടെ വന്നിട്ട്, അവര് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് വളർത്തപ്പെട്ടവർ. ഏകദേശം 6 വർഷത്തോളം ആകുന്നു, എന്റെ അറിവ് ശരിയാണ്, അവര് വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് സ്തോത്രം ചെയ്യും. പാരമ്പര്യമായി ആരാധിച്ചു കൊണ്ടിരുന്ന സകല പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും എല്ലാം വലിച്ചെറിഞ്ഞു വേണ്ടെന്ന് വെച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഇപ്പോൾ അവര് ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ഇത് ദൈവത്തിന്റെ കൃപയാണ്.
നന്ദി പറയണം, നന്ദി പറയണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറയാൻ അനുഭവമുണ്ട്, എല്ലാവർക്കും പറയാൻ അനുഭവമുണ്ട്. ഞാൻ പറയട്ടെ, ഈ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കൃപയാൽ നമ്മുടെ ആത്മീയ കണ്ണിനെ തുറന്നതോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നവർ കരമുയർത്തി ഒരു തവണയും കൂടെ ഹല്ലേലൂയ പാടിയാട്ടെ. ഞാൻ വേഗത്തിൽ വരുന്നു, സമയം പോകുന്നല്ലോ. രണ്ടാമത്തെ കാര്യം യേശു ക്രിസ്തു പറഞ്ഞത് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ എന്നാ പറഞ്ഞത്. പിന്നീട് വായിച്ചാൽ മതി, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ. സ്തോത്രം. അതിന് രണ്ടർത്ഥമാണുള്ളത്. ഒന്ന്, നിങ്ങളുടെ ഉള്ളിൽ. രണ്ട്, നിങ്ങളുടെ മധ്യത്തിൽ. ഒരാമേ പറഞ്ഞു. രണ്ടർത്ഥമാണ്. ഒന്ന്, നിങ്ങളുടെ ഉള്ളിൽ. രണ്ട്, നിങ്ങളുടെ മധ്യത്തിൽ. സ്തോത്രം ചെയ്യുന്നു. അപ്പോ ദൈവരാജ്യം ആരംഭിക്കുന്ന ഒരു വ്യക്തിയിൽ ദൈവരാജ്യം ആരംഭിക്കുന്നത് അവന്റെ ഹൃദയത്തിലാണ്. ഹലോ, ഇവിടെ ഉണ്ടോ? ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ഒരാഴമേറിയ ദൂതിലേക്കാണ് ഞാൻ ഇത് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രാപിച്ചിട്ടേ പോകാവൂ. ദൈവത്തിന്റെ രാജ്യത്തിന്റെ ആരംഭം ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്നത് അവന്റെ ഹൃദയത്തിന്റെ മാറ്റമാണ്. ചേർന്ന് രാമൻ പറഞ്ഞേ, ചേർന്ന് രാമൻ പറഞ്ഞേ. അതായത് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തു എന്റെ പാപങ്ങൾക്കു വേണ്ടി മരിച്ചു എന്നുള്ള ഉത്തമമായ ബോധ്യം വന്ന് കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നിന്റെ അകത്ത് ദൈവരാജ്യത്തിന്റെ തറക്കല്ലിടുന്നതാണ്. പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? അവിടെയാണ് ദൈവരാജ്യം ആരംഭിക്കുന്നത്. എത്ര പേർക്ക് ആ വചനത്തിന്റെ വെളിപ്പാട് കിട്ടി? എത്ര പേർക്ക് കിട്ടി? ഹല്ലേലൂയ, സ്തോത്രം. ദൈവരാജ്യത്തിന്റെ പങ്കാളിത്തത്തിലുള്ളയാളാണോ ഞാൻ എന്നൊരു സംശയം ഈ പ്രസംഗം കേൾക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ക്ലിയർ വരുത്തുന്നു. നീ എന്ന് യേശുവിനെ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഇടം കൊടുത്തു, അന്ന് ദൈവരാജ്യം നിന്റെ അകത്ത് പടർന്നു. ദൈവരാജ്യത്തിന്റെ തറക്കല്ല് വീണതാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അതാ യേശു പറഞ്ഞത് ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ. ഒന്നാമത്തെ കാര്യം ഇത് ഹൃദയത്തിൽ വെച്ചോണം കേട്ടോ. ഞാൻ ദൂതിലേക്ക് ലാസ്റ്റ് വരും. രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ മധ്യത്തിൽ. ഒരാമേൻ ചേർന്ന് പറഞ്ഞു. എന്താ കർത്താവ് ഇത് പറയാൻ കഴിയും? നിങ്ങളുടെ മധ്യത്തിലുണ്ടെന്ന് കർത്താവ് പറയാൻ കാര്യമല്ല. എന്നാ കാര്യം? നിങ്ങളുടെ മധ്യത്തിൽ. ആദ്യം എന്താ പറയുക? നിങ്ങളുടെ ഉള്ളിൽ. രണ്ട്, നിങ്ങളുടെ മധ്യത്തിൽ. അങ്ങനെ പറയാൻ കാര്യം സുഖം പറയാൻ എന്റെ പൊന്നു പാസ് എന്നോട് പാലക്കാട് ഫോറസ്റ്റിന്റെ കാര്യം വല്ലതും ചോദിച്ചാൽ അല്ലേ ഞാൻ പറയാം. ഓക്കെ, ഫോറസ്റ്റ് ഓഫീസറാ. സ്വന്തം ഹല്ലേലൂയ. എന്താ യേശു പറഞ്ഞു? ദൈവരാജ്യം. ഈ പ്രിയ പിതാവ് പ്രാർത്ഥിച്ച പറഞ്ഞല്ലോ, സ്വർഗരാജ്യം എന്ത് ചെയ്യണം ഞങ്ങളുടെ ഇടയിൽ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചായിരുന്നു. നിന്റെ ഹിതം അല്ലേ ഭൂമിയിലും ആക്കണേന്ന് പ്രാർത്ഥിച്ചു. എന്താ യേശു പറഞ്ഞേ? ദൈവരാജ്യം നിങ്ങളുടെ മധ്യത്തിൽ. യേശു പറഞ്ഞത് അതിന്റെ അർത്ഥം അവർക്ക് മനസ്സിലായില്ല, പക്ഷെ നമുക്ക് മനസ്സിലായത് എന്താണെന്നറിയാവോ? യേശു പറഞ്ഞത് ഞാൻ ഉള്ളത് കൊണ്ട് അവിടെ ദൈവരാജ്യമുണ്ട്. മനസ്സിലായോ? പറഞ്ഞു നിങ്ങളുടെ മധ്യത്തിൽ ദൈവരാജ്യം എന്ന് യേശു പറഞ്ഞത് യേശുവിനെ പറ്റിയാ പറഞ്ഞത്. യേശുവിനെ അവര് ദൈവരാജ്യത്തെ വലിയ ഒരു സംഭവമാക്കി പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ യേശു പറയുന്നു
നിങ്ങൾ കാത്തിരിക്കേണ്ട ദൈവരാജ്യം നിങ്ങളുടെ മധ്യത്തിലുണ്ട്. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? ഒരു ഹല്ലേലൂയ പറയാമോ? ഇന്ന് പകലിൽ ഒരു ദൂത് പറയാം. നമ്മൾ ഇവിടെ ഇരുന്ന് വചനം ഞാൻ പ്രസംഗിക്കുമ്പോൾ, വചനം നിങ്ങൾ കേൾക്കുമ്പോൾ, യേശു ഇതിന്റെ അകത്തുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവരാജ്യം ഇതിന്റെ അകത്തുണ്ടെന്നാ. ദൈവരാജ്യം ഇതിന്റെ അകത്തുണ്ടെന്നാ. നീ ഇരിക്കുന്നിടത്ത് മനസ്സിലായോ? ഞാനൊരു ദൂത് പറയാം, അവസാനം ഒരുമിച്ച് ആരാധിക്കാം. പൗലോസിനെയും ശീലാസിനെയും കയ്യിൽ ചങ്ങലയിട്ട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് ദൈവരാജ്യം തരുന്ന വിടുതൽ പ്രാപിച്ചുകൊണ്ടേ മടങ്ങാവും. അല്ല തരുന്ന ദൈവത്തിന്റെ രാജ്യത്തിന്റെ ശക്തി പകരുന്ന വിടുതൽ പ്രാപിച്ചുകൊണ്ടേ നിങ്ങൾ മടങ്ങാവുള്ളൂ. പ്രിയപ്പെട്ടവരെ, കൈകൾ ചങ്ങലകളാൽ ബന്ധിച്ച് കാലാമത്തിലിട്ട് പൂട്ടി കാരാഗൃഹത്തിന്റെ ഇരുട്ടറയിൽ കൊണ്ടിട്ടപ്പോൾ തിരുവെടുത്ത് പറയുന്നു, അർദ്ധരാത്രിയിൽ ആരാധിക്കാൻ ശരീരം കൊണ്ട് പരിമിതികളുള്ളപ്പോൾ, അടിയുടെ വേദനകളുള്ളപ്പോൾ, ആഴമേറിയ മുറിവുകളുള്ളപ്പോൾ, അതെല്ലാം മറന്ന് അർദ്ധരാത്രിയിൽ രണ്ട് ദൈവത്തിന്റെ ദാസന്മാർ ആത്മാവിൽ ആരാധിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, ചങ്ങലകൾ പൊട്ടി, ആവങ്ങൾ തകർന്നു. കൃപ കൃപ കാരാഗ്രഹത്തിന്റെ അകത്തൊരു ഭൂകമ്പമുണ്ടായി. നിങ്ങൾക്കറിയാമോ? ഭൂകമ്പം ഉണ്ടാക്കിയത്, ചങ്ങലകളെ പൊട്ടിച്ചത്, കാരാഗ്രഹത്തിന്റെ ഇരുമ്പാടികളെ തുറന്നത്, ലോക്കുകളെ അടിച്ചത്, അവിടെ ഇറങ്ങി വന്നത് ദൈവത്തിന്റെ രാജ്യമാണ്. അവിടെ ഇറങ്ങി വന്നത് ദൈവത്തിന്റെ രാജ്യമാണ്. ദൈവത്തിന്റെ രാജ്യമാണ്. ദാസന്മാർക്ക് ദൈവത്തിന്റെ പ്രാർത്ഥിച്ച് നിയോഗം കിട്ടുന്നവർ
ഒരുമിച്ച് ആരാധിക്കാം. യേശു എന്ന് പറഞ്ഞു ഇത് കാണത്തക്ക വിധത്തിലല്ല, ഇത് കാണണമെങ്കിൽ ആത്മീയ കണ്ണ് തുറക്കണം. നീ കണ്ടത് പലരും കളിയാക്കുന്നത്, നീ കണ്ടത് പലരും ഇല്ലെന്ന് പറയുന്നത്, നീ കണ്ടത് പലരും തട്ടിപ്പാന്ന് പറയുന്നത്, നിന്റെ കണ്ണ് തുറന്ന പോലെ അവരുടെ കണ്ണ് തുറന്നിട്ടില്ല. അവരോട് നിനക്ക് പരിഭവം വേണ്ട, അവരോട് നിനക്ക് പിണക്ക് വേണ്ട, അവരോട് നിനക്കൊരു കോപവും വേണ്ട. അവരുടെ കണ്ണ് തുറക്കാത്തോണ്ട നീ പ്രാർത്ഥിക്കുക, അവരുടെ കണ്ണ് തുറക്കാൻ. അതാണ് നമ്മൾ ചെയ്യേണ്ട, അവരുടെ കണ്ണ് തുറക്കാൻ പ്രാർത്ഥിക്കുക. വേറൊന്നും ചെയ്യണ്ട. ദൈവരാജ്യം കാണാൻ നമ്മുടെ ആദ്യം കണ്ണ് തുറന്നു കിട്ടിയാൽ മതി. ദൈവം ബാക്കി നീ പ്രാർത്ഥിക്കുക. പൗലോസ് ഒരു ലേഖനത്തിൽ തേജസ്സിന്റെ സുവിശേഷത്തെ അവർക്ക് വെളിപ്പെടുത്താൻ, പ്രകാശിപ്പിച്ചു കൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ ശക്തി അവരുടെ കണ്ണിനെ കുരുടാക്കി, അവരുടെ ഹൃദയത്തെ കുരുടാക്കി. എല്ലാ തേജസ്സിന്റെ സുവിശേഷം വെളിപ്പെട്ടപ്പോൾ മനുഷ്യന്റെ അധികാരം ശക്തിയെ ദൈവത്തിന്റെ ശക്തി പുറത്തു വാങ്ങി. ഓ കൃപ കൃപ പ്രാർത്ഥിക്കുന്നുണ്ടോ? ആരുടെയും ഒക്കെ കണ്ണു തുറക്കാൻ ദൈവാത്മാ പറയുന്നു, നിയോഗിക്കുന്നു. ശക്തമായി പ്രാർത്ഥിച്ചോ, ശക്തമായി പ്രാർത്ഥിച്ചോ, ശക്തമായി പ്രാർത്ഥിച്ചോ. ഒരു പ്രവചന ദൂത് പോലെ ഞാൻ പറയുന്നു, ആരുടെയും ഒക്കെ കണ്ണു തുറക്കാൻ നിനക്കൊരാത്മഭാരം കിട്ടി. നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിർത്തരുത്. എന്തൊക്കെ പോരാട്ടം ഉണ്ടായാലും നിർത്തരുതെന്ന് ദൈവാത്മാ ഇടപെടുന്നു. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും നിർത്തരുതെന്ന് ദൈവാത്മാ ഇടപെടുന്നു. പല കണ്ണുകളെ ദൈവം തുറക്കാൻ പോവുകയാണ്. ചില കണ്ണുകളെ ചില കണ്ണുകളെ മൂന്നാമത്തെ കാര്യം പെട്ടെന്നുള്ള വരവ്. ഒന്ന്, കാണത്തക്ക വിധമല്ല. രണ്ട്, നിങ്ങളുടെ ഇടയിലുള്ള. രണ്ടർത്ഥം. ഒന്ന്, നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ മധ്യത്തിൽ. മൂന്നാമത്തത് പെട്ടെന്നുള്ള വരവ്. മൂന്ന് വിധത്തിലെ യേശു കർത്താവ് പറഞ്ഞത്. ഒന്ന്, മിന്നൽ പോലെ. എന്താ കർത്താവ് പറഞ്ഞത്? മിന്നൽ പോലെ ആകാശത്തിന്റെ ഒരറ്റത്ത് നിന്ന് തുടങ്ങി മറ്റേ അറ്റത്ത്, ആകാശത്തിന്റെ മുഴുമേഖലകളിൽ ഒരു മിന്നലടിക്കുന്നത് പോലെ. ഓ പ്രത്യാശയില്ലേ, പ്രത്യാശയില്ലേ? മിന്നലടിക്കുന്നത് പോലെ. നമ്മൾ ചിലപ്പോ കാറെ പോകുമ്പോൾ വെളിയിൽ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ കാണത്തില്ലേ, മിന്നല് വെട്ടിപ്പോകുന്നത് കാണാറില്ലേ? കാണാറില്ലേ? ഇനി അത് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഫോട്ടോ കണ്ടിട്ടില്ലേ മിന്നലടിക്കുന്നു? സ്തോത്രം ചെയ്യുന്നു. മിന്നലടിക്കുന്നത് പോലെ, ഒരു ഫ്ലാഷ് ലൈറ്റ് വന്ന് അടിച്ചു പോകുന്നത് പോലെ കർത്താവിന്റെ വരവ്. ഹലോ ഹലോ, ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? കേട്ടോ അച്ഛാ, ഒരു ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്ന പോലെ. പൗലോസ് പറയുന്ന ഞൊടി. ഈ ഞൊടി ഇടാന്ന് പറഞ്ഞ എത്രന്നറിയോ? കണ്ണ് കണ്ണ് കണ്ണടച്ചു, കണ്ണടച്ചിട്ട് എന്താ ഞൊടി ഇടുക? അത് കുഴപ്പമില്ല, പറയാതിരിക്കുന്നതിനും നല്ലതാ. എന്തെങ്കിലുമൊക്കെ പറയാം, ധൈര്യമായിട്ട് പറയാം. എന്താ ഞൊടിയിട? ഈ സെക്കൻഡ് എന്ന് പറയുന്നത് എത്ര? സെക്കൻഡ്. നമ്മളൊന്ന് കണ്ണടച്ച് അല്ലേ, അല്ലേ? ഈ സെക്കൻഡിനെ 8 വിഭാഗിച്ചാൽ
നമ്മൾ ഈ കണ്ണടയ്ക്കത്തില്ലേ, ഇതിനെ 8 വിഭാഗിച്ചാൽ എത്ര കാണും? ഞാൻ കണക്കിന് ഇച്ചിരി കുറവാണ്, ജാമ്യം എടുത്ത കേട്ടോ. ഈ ഒരു സെക്കൻഡിനെ 8 വിഭാഗിച്ചാൽ എത്ര? ഈ ഒരു ശബ്ദം കണ്ടോ? ഈ ഒരു ശബ്ദം കേട്ടോ? അപ്പോൾ ഈ ശബ്ദം കേട്ടോ? ഈ ശബ്ദത്തെ 8 വിഭാഗിച്ചാൽ എത്ര? ആ ടൈം കൊണ്ട് സഭ എടുക്കപ്പെടും. ആ ടൈം കൊണ്ട് സഭ എടുക്കപ്പെടും. ഒരഭിഷക്തൻ പ്രസംഗിച്ചതാ, ശരിയാ പറഞ്ഞത്. കർത്താവിന്റെ വരവ് മിന്നൽ പോലെയാണ്. കർത്താവിന്റെ വരവ് മിന്നൽ പോലെയാണ്. സ്തോത്രം. കർത്താവിന്റെ വരവ് ലോകം മൊത്തം അറിയും. കേട്ടോ സഹോദര? കർത്താവിന്റെ വരവ്, രാമൻ പറ, നമ്മുടെ പ്രാണപ്രിയന്റെ വരവ്, നമ്മുടെ മണവാളന്റെ വരവ് ലോകം മൊത്തം അറിയും. എങ്ങനെ അറിയും? ഇപ്പൊ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം കേട്ടിട്ട് തന്നെ നമ്മുടെ തല തിരുത്തിരിക്കും. പശ്ചിമേഷ്യ യുദ്ധം നടന്ന നമുക്ക് എന്നാ പ്രശ്നമെന്നായിരുന്നു പലരും ചോദിച്ചത്. അടുക്കള പ്രശ്നം വന്നപ്പോഴാണ് പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ ഭീകരത നമുക്ക്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുക, എത്രയും വേഗം ഈ യുദ്ധം. അന്നെന്താ ചോദിച്ചത്? അവിടെ യുദ്ധം നടന്ന നമുക്ക് എന്നാ പ്രശ്നം? അമേരിക്ക ഇസ്രായേലും ഇറാനുമായിട്ട് അടിച്ച നമുക്കെന്നെ പ്രശ്നം. പക്ഷെങ്കിൽ കിച്ചണിനകത്ത് സാധനങ്ങൾ വേഗാതെ വരുന്ന ഒരു സാഹചര്യം വന്നപ്പോ നമ്മൾ മുട്ടയിരിക്കാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ കർത്താവേ യുദ്ധത്തെ. ഇനി ഇറാനുമായിട്ട് റഷ്യയും ചൈനയും കൂടെ ചേർന്നാലോ? ഇറാന്റെ കൂടെ റഷ്യ അവര് സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട് അവര്, പക്ഷെ അവര് ഇതുവരെ കളത്തിൽ ഇറങ്ങിയിട്ടില്ല. അവരൂടെ ചേർന്നാലോ? അവരൂടെ ചേർന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരെ നിന്നാൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ അടുത്ത രാജ്യം എഴുന്നേക്കും. അങ്ങനെ വന്നു കഴിഞ്ഞ ഒരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് മാറും. 3-ാം ലോക, ബൈബിളിന്റെ അടിസ്ഥാന പ്രകാരം 3-ാം ലോക മഹായുദ്ധം വെളിപ്പെടുന്നതിന് മുമ്പ് ദൈവസഭയും. ഒരു ഹല്ലേലൂയ പറയാമോ? 3-ാം ലോക മഹായുദ്ധം വെളിപ്പെട്ടോ? കർത്താവിന്റെ വരവായി. കർത്താവിന്റെ വരവാ. പലർക്കും പേടിയുണ്ട്. എന്നാ 3-ാം ലോക മഹായുദ്ധം വരുന്നതിനല്ല, പോകുന്നു. അതാ നമ്മുടെ പേടി. എന്നെ ഈ യുദ്ധത്തിനകത്ത് ഈ കട്ടതൊക്കെ ഒന്നാമത്തെ കട്ടത, അതിന്റെ കൂടെ വീണ്ടും പരിശുദ്ധാത്മാവ് ഉണ്ടായിട്ടാ പിടിച്ചിരിക്കുന്നത്. കർത്താവിന്റെ വരവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സഭ ഇവിടുന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ റോള്, പരിശുദ്ധാത്മാവ് ഉണ്ടായിട്ട് പലപ്പോഴും നമ്മൾ പിടിച്ചിരിക്കാൻ പ്രയാസപ്പെടുക. പരിശുദ്ധാത്മാവ് ഇല്ലാത്തൊരു സമയത്ത് നമ്മളിവിടെ പെട്ടുപോയാലോ? മനസ്സിലാക്കണം കേട്ടോ. മിന്നൽ പോലെ സത്യമാണ്. പ്രതിഭാസം പ്രസംഗിച്ച പ്രസംഗം എന്റെ ഹൃദയത്തെ വളരെ സ്ട്രൈക്ക് ചെയ്തു. എന്നാന്ന് ചോദിച്ചാൽ, ഈ കർത്താവിന്റെ വരവെന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ചിലപ്പോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കർത്താവ്. ബൈബിളിൽ പറയുന്നുണ്ട് കള്ളനെ പോലെ, അല്ലേ? കള്ളനായി വരുമെന്നല്ല, ബാക്കിയൊന്നും മാറ്റി പറയല്ല. കള്ളനെ പോലെ എന്ന് വെച്ചാൽ കള്ളനാണെന്നല്ല അർത്ഥം. മനസ്സിലാകാൻ വേണ്ടി എഴുതിയത്. കള്ളൻ നോട്ടീസ് അടിച്ചിട്ടൊന്നും അല്ലല്ലോ വരും, ആണോ? അല്ല. ഏതെങ്കിലും കള്ളൻ അങ്ങനെ വരാറുണ്ടോ? ഇല്ല. ഞാൻ ഇന്ന് രാത്രി വരാൻ നിശ്ചയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിനുള്ള സൗകര്യം നിങ്ങൾ ഒരുക്കി തരണമെന്ന് മെസ്സേജ് അയച്ചിട്ടാണോ പോകുന്നത്? അല്ല. ആണോ? അല്ല. സ്തോത്രം. കള്ളം വരുന്ന ആർക്കും. അപ്പൊ ആ കള്ളനെ പോലെ, ആരും അറിയാത്ത സമയത്ത് കർത്താവ് ഏത് സമയത്തും
സമയം ഏതാണെന്ന് അറിയാത്തത് കൊണ്ട് എല്ലാ സമയത്തും നമ്മൾ ഒരു കോളവരായി. ഫോർ എക്സാമ്പിൾ, 1 മണിക്ക് ഒരു ബസ് ഉണ്ടെന്നിരിക്കട്ടെ. നമുക്ക് കൃത്യം അറിയാം 1 മണിക്ക് ബസ് ഉണ്ട്. ഇനി 1 മണിക്കത്തെ ബസ് പോയാലും 1:30 ബസ് ഉണ്ടെന്ന് നമുക്കറിയാമെങ്കിൽ ഒരു പ്രശ്നം ഇല്ല. ചോദിച്ചാലോട് ചോദിച്ചാൽ മതി, അദ്ദേഹം ഡ്രൈവറാണ്, വണ്ടി ഓടിക്കുന്നതാണ്. എല്ലാ സമയം ബസ്സിനെ കുറിച്ച് സമയമൊക്കെ അദ്ദേഹത്തിന് അറിയാം. നമുക്ക് എല്ലാത്തിനെ കുറിച്ചും ഒരറിവുണ്ട്. പക്ഷേ അറിയാത്തൊരു കാര്യമുണ്ട് കേട്ടോ, യേശുവിന്റെ മടങ്ങി വരവ്. ഇനി ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കണം. അദ്ദേഹം പറഞ്ഞ കാര്യമാണ് യേശുവിന്റെ മടങ്ങി വരവിന്. ഇപ്പൊ ഒരു ട്രെയിൻ പോവാന്നിരിക്കട്ടെ, ഒരു ദിവസം എത്ര ട്രെയിനാണ് ഓടുന്നത് ലോകത്തിന്റെ വിവിധ ഇടത്ത്. ട്രെയിൻ പോവുക, ട്രെയിൻ ഓടിക്കുന്നത് ഒരു വിശുദ്ധനാണെങ്കിൽ കുശുമ്പ് അസൂയയില്ലാത്തവരൊന്ന് പ്രതികരിക്കും. ട്രെയിൻ ഓടിക്കുന്നവര് വിശുദ്ധരാണെന്നിരിക്കട്ടെ, കാഹളം ധ്വനി കേട്ടപ്പോ അവര് പറന്നു, ഈ ട്രെയിൻ എവിടെ ചെല്ലും? അപകടം നടക്കത്തില്ലേ? ഒരു 5 ട്രെയിൻ ഓടിക്കുന്നത് വിശുദ്ധരാണെന്നിരിക്കട്ടെ, ഒരു 5 ട്രെയിൻ ഓടിക്കുന്നത് വിശുദ്ധരാ. കാഹളം ധ്വനിക്കുമ്പോ വെക്കുന്ന പ്രശ്നം ചെറുതല്ല. മനസ്സിലായല്ലോ? ആകാശത്തൂടെ ഇഷ്ടംപോലെ ഫ്ലൈറ്റ് ആവുന്നു അല്ലേ? ഈ ഫ്ലൈറ്റ് ഓടിക്കുന്ന 10 ഫ്ലൈറ്റ് വിശുദ്ധന്മാരാണെന്നിരിക്കട്ടെ, ഓടിക്കുന്ന പൈലറ്റുമാര് വിശുദ്ധരാണെന്നിരിക്കട്ടെ, കാഹളം ധ്വനിക്കുമ്പോ അവരെന്ത് ചെയ്യും? അവര് പറക്കും. ഈ ഫ്ലൈറ്റ് എവിടെ ചെല്ലും? വല്ലവന്റെ പറമ്പിൽ. ഹലോ, റോഡുകളിൽ വാഹനം ഓടിക്കുന്ന വിശുദ്ധന്മാർ കാഹളം കേൾക്കുമ്പോൾ വണ്ടി കളഞ്ഞിട്ട് പോകും. ഈ കാറ് ചെന്ന് ഇടിക്കുന്നത് ഒരു പെട്രോൾ പമ്പിലാണെങ്കിലും ഫ്യൂവൽ അടിക്കുന്നവൻ വിശുദ്ധനാണ്, അവനും പോകും, പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത് പ്രാണനാഥന്റെ വരവ് മിന്നൽ പോലെ വലിയൊരു സംഭവമായിരിക്കും. എന്നാ അതിന്റെ അർത്ഥം? കർത്താവിന്റെ വരവിൽ വിശുദ്ധന്മാര് പറന്നു കഴിയുമ്പോൾ അതിനോടനുബന്ധിച്ച് ഒരുപാട് മരണങ്ങൾ ഇവിടെ നടക്കും, ഒരുപാട് അപകടങ്ങൾ ഇവിടെ നടക്കും, ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടക്കും, ഒരുപാട് വിഷയങ്ങൾ ഇവിടെ നടക്കും. മീഡിയ ചാനലുകളിൽ എന്തോ വലിയൊരു അത്ഭുതം നടന്ന ചർച്ച, കുറെ പേരെ കാണാനില്ലെന്നുള്ള വാർത്ത. അന്ന് തെരുവീതികളിൽ നിന്ന് വെയില് കൊണ്ട് വെള്ളം പോലും കുടിക്കാതെ നിന്ന് പ്രസംഗിച്ച അപ്പച്ചന്മാര് പറഞ്ഞതാണെന്ന് കേട്ടിട്ട് തള്ളിക്കളഞ്ഞവന്മാർക്ക് മനസ്സിലാവും. ബുധനാഴ്ച തോറും വിജോപാസ് നിന്ന് തോരാതെ പ്രസംഗിച്ചത് സത്യമായിരുന്നു എന്ന് കേട്ടവർക്ക് മനസ്സിലാകും, പോകാത്തവർ മനസ്സിലാവും. സ്തോത്രം, സ്തോത്രം. ഞാൻ വേഗത്തിൽ വരാം. കർത്താവ് 1, മിന്നൽ പോലെ അവൻ വരും. പേടിക്കണം കേട്ടോ, ഒരുങ്ങണം. 2, നോഹയുടെ ലോത്തിന്റെ കാലം പോലെ ആയിരിക്കും എന്നാ കർത്താവ് പറഞ്ഞു. എന്താ? നോഹയുടെ ലോത്തിന്റെ കാലം പോലെ എന്ന് വെച്ചാ, നോഹയുടെ കാലത്ത് നമുക്കറിയാം ദൈവത്തിന്റെ വചനം കേട്ടിട്ട് അനുസരിക്കാതെ തിന്നും കുടിച്ചും ലോകപ്രകാരം അവരുടേതാകുന്ന ഇഷ്ടങ്ങളിൽ ജീവിച്ചു. ഹലോ, ഇഷ്ടങ്ങളിൽ ജീവിച്ചു. സ്തോത്രം ചെയ്യുന്നു അല്ലേ? നോഹയുടെ കാലത്ത് അവരവരുടേതാകുന്ന ഇഷ്ടങ്ങളിൽ ജീവിച്ചു, ദൈവവചനത്തെ സ്വീകരിച്ചില്ല, ദൈവവചനത്തെ കേട്ടില്ല. പരിണിത ഫലം നോഹയും കുടുംബവും പെട്ടകത്തിന്റെ അകത്ത് കയറിയ മൃഗജന്തുക്കളും രക്ഷ പ്രാപിച്ചു. ഒരാമേൻ എത്ര പേര് പറയും? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം,
8 പേരാ രക്ഷപ്പെട്ടെ. മനുഷ്യകുലത്തിൽ 8 പേരാ രക്ഷപ്പെട്ടെ. എന്ന് വെച്ചാൽ 2 അക്ക സംഖ്യയെ പോലും അന്ന് എന്ത് ചെയ്തില്ല, കേറിയില്ല. കർത്താവിന്റെ വരവിൽ എത്ര പേര് പോകും? ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങിയിട്ടുണ്ടോ? 29, 30, 31 വാക്യം ഒന്ന് വായിച്ചേ. 29, 30, 31 വാക്യം. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും പെയ്ത് എല്ലാവരും എന്ത് ചെയ്തു? മുടിച്ചു കളഞ്ഞു. വായിച്ചു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെ. ഗൾഫ് കൺട്രീസിലൊക്കെ ഉള്ളവര് മേലോട്ടും നോക്കി ഇപ്പൊ നടക്കുന്നത് എന്നെ തീയും, അതല്ലേ വായിച്ചത്, തീയും. നേരത്തെ നേരെ നോക്കി അല്ലെ താഴോട്ട് നോക്കി നടക്കുന്നത്. ഇപ്പൊ അവര് നടക്കുന്ന മേലോട്ട് നോക്കി. കാരണം എപ്പോഴാ തലേ വന്നു ഇതിന്റെ ചിരിക്കാൻ പറഞ്ഞ നമുക്ക് ഇവിടെ നിന്ന് ചിരി, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അവർക്കറിയാം. മനുഷ്യപുത്രന്റെ വരവിന്റെ നാളിൽ തീയും എതുവഴി പോകുന്ന ആകാശം. ബൈബിളിൽ പറഞ്ഞ ഒറ്റ കാര്യം നടക്കാതെ പോകുന്നില്ല. അടുത്ത വാക്യം എന്തോ? മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെയാകും. അടുത്തത്. അന്ന് വീട്ടിലിരിക്കുന്നവൻ വീട്ടിനകത്തുള്ള സാധനങ്ങൾ എടുക്കാൻ ഇറങ്ങിപ്പോകരുത്. വീട്ടിലിരിക്കുന്നവൻ വീടിന്റെ അകത്തുനിന്ന് പുറത്തിറങ്ങ. ഈ അലേർട്ട് വരുമ്പോ അങ്ങനെ. നമ്മുടെ ഗൾഫിലുള്ള പ്രിയപ്പെട്ടവരുണ്ട്, അവരുടെ മെസ്സേജിൽ അലേർട്ട് വരുമ്പോ എനിക്ക് അലേർട്ട് വരും. അവരുടെ ഫോണിൽ അവിടുത്തെ അലേർട്ട് വരുമ്പോ എന്റെ ഫോണിൽ ഇവരുടെ അലേർട്ട് വരും. പാസ്റ്ററെ പ്രാർത്ഥിക്കണം, അലേർട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആ സമയത്ത് എങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നു? ഹലോ, ഈ സംഭവങ്ങൾ എന്താ കാണിക്കുന്നേ? മനുഷ്യപുത്രന്റെ വരവ് അടുത്തിരിക്കുന്നു. ഒരുങ്ങാൻ ഞാൻ ആത്മാവിൽ എന്നെ ഉൾപ്പെടെ നമ്മളെ എല്ലാവരെയും പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുക. മൂന്നാമത് പറയുന്ന ഒരു കാര്യം, ലോത്തിന്റെ ഭാര്യ എന്ന് യേശു കർത്താവ് പറയുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വരവടുക്കുമ്പോൾ ഭൗതികമായ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതൽ ചെലുത്തരുത്. ചെലുത്തിയ നീ പെട്ടുപോകും, നീ പട്ടുപോകും. ഉറപ്പാ. മറിച്ച് ഭൗതികമാകുന്ന കാര്യങ്ങളിൽ നീ ശ്രദ്ധ ചെലുത്തരുത്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, ബാക്കിയുള്ളതെല്ലാം അവൻ നിനക്ക് തരും. അതിന്റെ പുറകെ പോകരുത്. അതിന് ലോത്തിന്റെ ഭാര്യയെ കർത്താവ് പറഞ്ഞത്. സോദോം വിട്ടോടാൻ ദൈവം പറഞ്ഞപ്പോ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, തിരിഞ്ഞു നോക്കരുത്. പക്ഷെ ലോത്ത് ശരീരം കൊണ്ട് ഓടിയെങ്കിലും ഹൃദയം കൊണ്ട് ഓടിയില്ല, മനസ്സുകൊണ്ട് അവൾ ഓടിയില്ല. എന്തു പറ്റി? ഓടി അടുത്ത ദേശത്തേക്ക് കയറുന്നതിന് മുമ്പ് അവൾ തിരിഞ്ഞു നോക്കി. ഉപ്പുതൂറായി പോയി. എന്താ അതിന്റെ അർത്ഥം? മനുഷ്യപുത്രന്റെ വരവിൽ ഭൗതികമാകുന്ന കാര്യങ്ങളിൽ, ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ മനസ്സുവെച്ച് ഹൃദയം വെച്ച് ജീവിക്കരുത്. അവന്റെ വരവിനായി അല്ലേ നിങ്ങൾ മുൻപോട്ട് നോക്കി ഓടിക്കോണം. അതുകൊണ്ട് പൗലോസ് എഴുതിയത് അല്ലേ ക്രിസ്തുവിന്റെ മുഖം നോക്കി. എങ്ങനെ ഓടണ്ട്? ക്രിസ്തുവിന്റെ മുഖം നോക്കി വേണം ഓടാൻ. ക്രിസ്തു എവിടാ ഓടുന്നത്? ക്രിസ്തു എവിടാ? ക്രിസ്തു നമ്മുടെ പുറകിലല്ല, ക്രിസ്തു നമ്മുടെ മുൻപിലാണ്. ഇനി ആരുടെയും പുറകിലാ ക്രിസ്തുവെങ്കിൽ ഇന്നത്തെ പ്രസംഗത്തിൽ മുമ്പിലാക്കിക്കോണം. സ്തോത്രം. ക്രിസ്തു എവിടാ?
നമ്മുടെ മുൻപിൽ വേണം, എങ്കിലേ നമ്മുടെ വഴി തെറ്റാതിരിക്കത്തുള്ളൂ. നമ്മുടെ വഴി തെറ്റാതിരിക്കത്തുള്ളൂ. ക്രൈസ്തവനോട് എന്നിട്ട് ക്രിസ്തുവിന്റെ മുഖം നോക്കി ഓടണം. ക്രിസ്തുവിന്റെ മുഖം നോക്കി ഓടുന്നവന്റെ ഒരു ഗുണം പറയാം, അവൻ തിരിഞ്ഞു നോക്കത്തില്ല. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു ഗതികേട് അവന് വരത്തില്ല. യേശു കർത്താവ് പറയുന്നത്, ലോത്തിന്റെ ഭാര്യയെ പോലെ നിങ്ങൾ കർത്താവിന്റെ വരവിൽ തകർന്നു പോകരുത്. അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ വരവിനായി, മനുഷ്യപുത്രന്റെ വരവിനായി നിങ്ങൾ ഒരുങ്ങുക. ഒരു ഹല്ലേലൂയ പറഞ്ഞു ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നു. ബൈബിളെല്ലാം മാറ്റി വെച്ച് ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നവരെല്ലാവരും കണ്ണുകൾ അടച്ചു. ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ യേശുവിന്റെ നാമം. എല്ലാവരും പ്രാർത്ഥിച്ചു. ദൈവത്തോട് പ്രാർത്ഥിച്ച് എല്ലാവരും ഒരു നിമിഷം കണ്ണുകളെ അടച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് ദൈവത്തോട്, കർത്താവേ, നിന്റെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. നിന്റെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ.